ജോലി ദുബായിലാണെങ്കിലും പ്രവീൺ കുമാറിന്റെ മനസ്സെന്നും നാട്ടിലായിരുന്നു. പ്രദേശത്തെ എല്ലാ കാര്യങ്ങൾക്കും പ്രവീൺ കുമാർ ഉണ്ടാകും. എന്നാൽ തേങ്ങലുകൾ മാത്രം ബാക്കിയാക്കി പ്രവീണും ഭാര്യയും പിഞ്ചു മക്കളും മടങ്ങി. അവസാനമായി ഒരു നോക്ക് കാണുവാൻ പോലും ആകാതെ തേങ്ങുകയാണ് പ്രവാസികളായ സുഹൃത്തുക്കൾ. കേരളം ഏറെ ഞെട്ടലോടെയാണ് നേപ്പാൾ ദമനിലെ പനോരമ റിസോർട്ടിൽ വിഷവായു ശ്വസിച്ച് 8 മലയാളികൾ മരിക്കാനിടയായ സംഭവം കേട്ടത് തന്നെ. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് പുലർച്ചെ നാട്ടിലെത്തിയിരിക്കുകയാണ്. പ്രവീൺ കുമാർ, ഭാര്യ ശരണ്യ, മക്കളായ ശ്രീഭദ്ര, അർച്ച, അഭിനവ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ നാട്ടിലെത്തിച്ചത്. ഡൽഹിയിൽ നിന്ന് പുലർച്ചെ 1 തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. 5 പേരുടെ മൃതദേഹങ്ങൾ 5 ആംബുലൻസുകളിൽ വിലാപയാത്രയായിട്ടാണ് കൊണ്ടുപോയത്. കോഴിക്കോട് സ്വദേശി രഞ്ജിത് കുമാർ, ഭാര്യ ഇന്ദുലക്ഷ്മി, മകൻ വൈഷ്ണവ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ഉച്ചയോടെ കരിപ്പൂരിൽ എത്തിക്കുന്നതായിരിക്കും. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും. മൃതദേഹങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹിയിലെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:20 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മുഖവൂരിൽ ഇവർ പണിത പുതിയ വീട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോവുക. അവിടെ പൊതുദർശനത്തിന് ശേഷം കുന്ദമംഗലത്തെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. തറവാട് വീടിന്റെ തെക്കുഭാഗത്തുള്ള പറമ്പിലാണ് ചിതയൊരുക്കുന്നത്. രഞ്ജിത്തിന്റെയും ഇന്ദുലക്ഷ്മിയുടെയും മധ്യത്തിൽ വൈഷ്ണവിനെ കിടത്തി ചിതയൊരുക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. കേരള സർക്കാരിന് കീഴിലെ നോർക്കയുടെ ചിലവിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത്. ഇതിനിടെ ഹോട്ടൽ അധികൃതരുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. ദുരന്തത്തിൽ നേപ്പാൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട്. കലന്തൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഓപ്പറേഷൻസ് ഇൻചാർജായിരുന്ന പ്രവീണിനെ കുറിച്ച് സുഹൃത്തുക്കളുടെ മനസ്സിൽ അവശേഷിക്കുന്നത് ഹൃദ്യമായ ഓർമ്മകൾ മാത്രം. പ്രസന്നതയോടെ സംസാരിക്കുന്ന സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് പ്രവീണിനൊപ്പം മുൻപ് ജോലി ചെയ്തിരുന്ന ലാൽ ഭാസ്കർ ഓർക്കുന്നു. ഭായ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പർച്ചേസ് പ്രോജക്ട് മാനേജറായിരുന്നു അന്ന് പ്രവീൺ. വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും മരണം വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ലാൽ പറയുന്നു. അവർ ഓൾ ഇന്ത്യൻ സ്കൂളിൽ, അതായത് വർക്കിംഗ് ഇന്റർനാഷണൽ സ്കൂൾ സഹപാഠിയായിരുന്ന എമിറേറ്റ്സ് ഉദ്യോഗസ്ഥൻ സിറിൽ ഇടിക്കുളയ്ക്കും മരണം നിനശ്വരിക്കാത്ത ആഘാതമാണ് ഏർപ്പെടുത്തിയത്. 7 മുതൽ 10 വരെ ഇരുവരും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. മുതിർന്നപ്പോഴും വാട്സാപ്പ് വഴി എപ്പോഴും ബന്ധമുണ്ടായിരുന്നു. 2 മാസം മുമ്പ് ദുബായ് മോളിൽ വെച്ച് പ്രവീണിനെയും കുടുംബത്തെയും കണ്ടിരുന്നതായും സീറിൽ ഓർമ്മിച്ചു. പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവീണിന്റെ സഹപാഠിയായിരുന്ന ഹരിയുടെ മനസ്സിൽ രാഷ്ട്രീയക്കാരനായ സുഹൃത്താണ് നിറഞ്ഞു നിൽക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.